ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്നെൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒലത്തുണ്ടാക്കാം. മുരിങ്ങയിലയും ചക്കക്കുരു ഇട്ട് നമുക്ക് ഒലത്തുണ്ടാക്കാം. നിങ്ങളൊക്കെ ഉപ്പേരി എന്നായിരിക്കും പറയണത്, തോരൻ എന്ന് പറയുമ്പോൾ തേങ്ങ ഇട്ടതായിരിക്കുമല്ലോ. അത് തേങ്ങയൊന്നും ഇടാത്ത ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ മുരിങ്ങയില പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കാം. കുറച്ചൊക്കെ നാരിരുന്നാലും കുഴപ്പമില്ല കേട്ടോ, നാര് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി കർക്കിടക മാസം ആകുമ്പോൾ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിനൊരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാകും, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് മഴക്കാലത്താണ് കേട്ടോ ഇലക്കറികളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. വേനൽക്കാലത്ത് ഇലക്കറികൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൂത്രത്തിൽ കല്ല് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്ക് ഉണ്ടാകുമെന്ന് പറയുന്ന കേൾക്കാം. അതിൻ്റെ വാസ്തവം അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കങ്ങനെ മുരിങ്ങയില ഊരിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ കാറ്റത്ത് ഉറുമാമരം മറിഞ്ഞുപോയി. നല്ല വാങ്ങിച്ചു വെച്ചാൽ നല്ല തൈയായിരുന്നു, ഇഷ്ടംപോലെ കായ ഉണ്ടായി തുടങ്ങിയായിരുന്നു. അതൊരു സങ്കടകരമായ ഒരു കാര്യമായിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചക്കക്കുരു വേവിച്ചെടുക്കാം. നന്നായി കഴുകിയെടുത്ത ചക്കക്കുരു കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിൽ മാത്രം അടിച്ച് വേവിച്ചെടുക്കുക. വർഷകാലത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഉലർത്താട്ടോ അത്. കിട്ടാനും എളുപ്പമാണ്. മുരിങ്ങയിലയും അതുപോലെ ചക്കക്കുരുവും ഇപ്പോൾ ഇഷ്ടം പോലെ ഉള്ള സമയമാണ്. അപ്പോൾ അത് പാഴാക്കാതെ ഉപയോഗിക്കുക. വർഷത്തിൽ ഏറ്റവും നല്ല ഒന്നാണ് ചക്കക്കുരു, ചക്കപ്പുഴുക്ക്, ചക്കപ്പഴം. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കളയാതെ ഉപയോഗിച്ച് ശീലിക്കുക. അപ്പോൾ ചക്കക്കുരു നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. 3-4 വിസിൽ അടുപ്പിച്ച് എടുക്കാം കേട്ടോ. ചക്കക്കുരു വേകുമ്പോഴേക്കും നമുക്ക് അതിനായിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം. ചുവന്നുള്ളി ചതച്ചതും വറ്റൽമുളകും ആയിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ വറ്റൽമുളകൊന്നും ചതയ്ക്കണില്ല. ചുവന്നുള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. അധികം വെന്ത് കഴിഞ്ഞാൽ കൊള്ളില്ല കേട്ടോ. ഒരു 4 വിസിലടിച്ചാൽ മതി. കറിക്കാണെങ്കിൽ ഒരു 6-7 വിസിലടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഇളക്കി അത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കുന്ന കാണാം. പാർക്കപ്പുറത്ത് കയറിയിട്ട് തെന്നൊന്നുമില്ല, തെന്നാതെ നോക്കി പറിച്ചു. അല്ലാതെ പറിക്കാൻ പറ്റില്ല, താഴേന്ന് ഇട്. രണ്ടോ മൂന്നോ ഇതെല്ലാം പറിച്ചോളൂ. അതാണ് ഞാൻ നന്നാക്കാൻ വേണ്ടി വിളിക്കാണ്ടിരുന്നത്. ഇന്നാൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പല കളി പറഞ്ഞു. 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തെളിച്ചില്ലേ അത്. അതിന് മുകളിൽ വെച്ചോ. ഞാൻ ഉപ്പ് അറിയാതെ ഒഴിച്ചതാ, പിന്നെ കഴുകി കളയാൻ പറ്റില്ല, അതൊന്നും കഴുകി കളഞ്ഞില്ല. ഉപ്പ് ഒഴിച്ചാൽ വേവൂല എന്ന് പറയണേക്കാലോ. പരിപ്പിലും ഏത് മുരിങ്ങയില? അതൊന്ന് വാടി കിട്ടിയാലോ. വയറ് നന്നാവട്ടെ. ഞാൻ ഒന്ന് വറ്റിക്കോട്ടെ അല്ലേ. ഒരുപാട് വറ്റുന്നതിന് ഒരുപാട് വറ്റാണ്ടിരിക്കാൻ ഇത്രയും കൂടെ ഇടാം.
അത് പറിക്കാൻ പാടില്ല മുളിന്ന് തെന്നു കമ്മടിച്ച് താഴേക്ക് ഒന്ന് ചാടിയാലേ ഭയങ്കര ഞാൻ പോയത് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ കിടന്ന് അതിൻ്റെ ഭാവമൊന്നും എഴുതി ഏൽപ്പിച്ചേനെ. അതിന്റെ മുകളിൽ മറ്റേ ആ സാധനം കയറിയിരുന്നിട്ട് ആരും ഇല്ലാത്തപ്പോ ചോരാതെ ആ സാധനം അടിച്ചോണ്ട് ഭയങ്കര തന്നല്ല അതിന്റെ മുകളില്. കണ്ടോട്ടെ ചീഞ്ചട്ടി വെച്ചിട്ടെ എടുത്താ കനം കൂടുതലായി എടുത്താൽ പോകുന്നില്ല. പക്ഷെ ഇതിനകത്തൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പാചകം ചെയ്തെടുക്കാൻ പറ്റും. നല്ല ചൂടല്ലേ. നല്ലതാ. വീട്ടിൽ ചുമ്മാ ചാർക്കപ്പൊടിക്കകത്ത് ഇട്ടുന്നല്ലേ അത്. പിന്നെ ഇത് എന്നാ ഇതിനകത്ത് ഒലത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാങ്ങിയെടുത്തേക്കണം. അല്ലെങ്കിൽ അതിന് ഷോവാരും ചൂടായി കാണുമല്ലോ അല്ലേ. ഇടാറൊക്കെ ഉണ്ട് നമ്മള്. ഇച്ചിരിയോടെ വയ്ക്കാം. അത്രത്തിന് കൂടണ്ടേ? അത്രത്തിന് എവിടെ? അത് മതി. അത് മതി മതി. കടുക് ഞാൻ കമ്പത്തി ഇട്ട് തരാം. ധാറായില്ലല്ലോ. വക്ക് വരെ ഇരിക്കുന്ന ചെറിയ സ്പൂൺ അതിൻ്റെ കൂടെ കിട്ടണേ അത്. അതെ. ചീര നീ ഇച്ചിരി നേരം കിടക്കട്ടെ. അതൊന്ന് വെള്ളം വലിയിട്ട്. എന്തിനാ വെള്ളം വരുമ്പോൾ നിനക്കിത് പിടിച്ച്